എരുമേയൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തലമുറ സംഗമം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എന്റെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ എന്റെ താലൂക്കിൽ അല്ലെങ്കിൽ എന്റെ ആ ലോക്കൽ ഏരിയയിൽ ഒന്നും തന്നെ അന്നത്തെ കാലത്ത് ആരുണ്ടായിരുന്നില്ല, കഞ്ചാവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മദ്യപിച്ച് നടക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മദ്യപിക്കുന്ന ഓരോ ആളുകളെയും നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മുടെ സൊസൈറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അന്ന് കഞ്ചാവ് ഉണ്ടായിരുന്ന എവിടെയോ ഒരു പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് കഞ്ചാവ് വലിക്കുന്ന ഒരാളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായിരുന്നില്ല. പക്ഷെ ഇന്ന് കഞ്ചാവിന്റെ ആ ഒരു സ്ഥാനം എവിടെ എത്തി? മദ്യത്തിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മദ്യപിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ സ്വാഭാവികമായി നമ്മുടെ മനസ്ഥിതി എത്തിയ ആ അവസ്ഥയിലേക്ക് ഇന്ന് കഞ്ചാവ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ അഞ്ജു സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള പരിപാടിക്ക് ആശംസ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലയിലെ മികച്ച അംഗൻവാടി വർക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട എരുമേയൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്കാരം അംഗൻവാടി വർക്കർ നളിനിയെ ആദരിച്ചു. പരിപാടിയിൽ വയോജന അയൽക്കൂട്ടം, ഓക്സിലറി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.